ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായാലും DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഉള്ളൂ അതിന്മേലായാലും നടപടി. അതിൽ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടിയായിട്ടാണോ അതിനെ വിശദീകരിക്കുക? അല്ല, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും ഒരു കേരളത്തിൽ ചർച്ചയാകേണ്ട വിഷയം തന്നെയല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളെ കണ്ടു, അത് BJP ആവട്ടെ, RSS ആവട്ടെ, മറ്റേതെങ്കിലും സംഘടന ആവട്ടെ, അതിൻ്റെ ആളുകളെ കണ്ടു, സംസാരിച്ചു എന്നുള്ളതൊന്നും കേരളത്തിലൊരു വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ല. ഇത് ചർച്ചയാക്കിയതാരാണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ഈ സർക്കാരിൻ്റെ കടുകാര്യസ്ഥതയ്ക്കെതിരായി, ഈ സർക്കാരിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന തെറ്റായ നടപടികൾക്കെതിരായി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി എല്ലാം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ നിന്ന് വഴിതിരിച്ചു വിട്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ. അപ്പോൾ വിഷയങ്ങൾ അജണ്ട നിശ്ചയിച്ച് BJPയിലേക്ക് തിരിച്ചുവിട്ട് ഇതിലെന്തോ മഹാപാതകം നടന്നിരിക്കുന്നു എന്ന് ചർച്ച ചെയ്തത് BJP അല്ലല്ലോ, ഞങ്ങളല്ല. ഇതിനുള്ള വഴിയൊരുക്കിയത് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ. അൻവർ ഉന്നയിച്ചത് അങ്ങനെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളല്ല. ശ്രീ അനിൽകുമാർ കേരളത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനിൽകുമാറിൻ്റെ മറ്റൊരു വേവലാതി, ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായ വലിയ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, അനിൽകുമാർ, ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചത് BJP ആണ്. ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നത് BJPയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളാണ്? ഇതെല്ലാം കൊണ്ടുവന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. ആ വിഷയങ്ങളാണ് കേരളത്തിൽ ഉദാഹരണമായി പറയുന്നത്. കേന്ദ്ര സഹായം ചോദിച്ചതുമായി ബന്ധപ്പെട്ട മെമ്മറാണ്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. Debate with Arun Kumar.